ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്കറിയാം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. എ സി കണ്ടിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ സ്ഥിരം ഫുൾ ടൈം എ സിയാണ്. അപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീട്ടിലും എ സിയാണ്, രാത്രി കിടന്നുറങ്ങുമ്പോഴും എ സിയാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് പാനസോണിക്കിൻ്റെ 1.5 ടണ്ണിൻ്റെ ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറഞ്ഞൊരു മോഡൽ എ സിയാണ് ഉപയോഗിക്കുന്നത്. 1.5 ടണ്ണിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ എ സി തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് മിനിമം ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി നിങ്ങൾ ഓൾറെഡി തമ്മിൽ കാണലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിപ്സ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എ സി ഉപയോഗിക്കുമ്പോഴുള്ള എന്താ പറയുക ഹൈ എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. അത് ആക്ച്വലി നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റും റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സുകളുണ്ട്. നമ്മുടെ എ സി ബ്രാൻഡ്സുകളടക്കം നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് നമ്മളൊരു എ സി എങ്ങനെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ നോക്കി നോക്കാം. എന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറയാൻ പോകുന്ന പോയിന്റ്സ് ഇതിലേക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ റൂം ഒരു 120 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് 1 ടൺ എ സി മതി. അതിൻ്റെ മുകളിൽ ഒരു 160 സ്ക്വയർ ഫീറ്റിൻ്റെ വരെയൊക്കെയുള്ളൊരു 120 to 160 സ്ക്വയർ ഫീറ്റ് റൂമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1.5 ടണ്ണിൻ്റെ എ സി വേണം. ഒരു 160 അബോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 1.5 ടണ്ണിൻ്റെ മുകളിൽ വേണ്ടി വരും, 2 ടണ്ണിനൊക്കെ വേണ്ടി വരും. അത് നോർമലി എനിക്ക് തോന്നുന്ന ഒരു വീട്ടിലത്തെ ഒരു റൂം, മെയിനായിട്ട് ലിവിങ് റൂം ഒഴിച്ച് ബാക്കിയെല്ലാം അത്രയും വലിയ സൈസ് വരാൻ ചാൻസ് ഭയങ്കര കുറവാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി പെർസെൻറ്റേജ് കുറവായിരിക്കും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പിന്നെ നമുക്ക് ഒരു കൺസിഡറേഷൻ കൂടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ റൂം ഇപ്പോൾ 120 സ്ക്വയർ ഫീറ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ റൂം വരുന്നത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്, ഡയറക്റ്റ് വെയിലടിക്കുന്ന ഒരു ഏരിയയ്ക്ക് ആണെങ്കിൽ നിങ്ങൾ 120 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും 1.5 ടണ്ണിലേക്ക് പോകുമായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കൂളിംഗ് പെട്ടെന്ന് കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി കൺസപ്ഷൻ കുറയാൻ കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഈ ടണ്ണേജ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ എഞ്ചിൻ കപ്പാസിറ്റി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് സംഭവം. അപ്പോൾ എത്രയും പവർ കിട്ടും എഞ്ചിൻ കപ്പാസിറ്റി കൂടുമ്പോൾ. അപ്പോൾ നിങ്ങൾ നല്ല ചൂടുള്ള ഏരിയയിലൊക്കെ പോയിട്ട് ഇപ്പോൾ 120 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും നമ്മുടെ മുകളിൽ നിങ്ങൾ ടെറസ് വർക്കൊന്നും ചെയ്യാത്തൊരു ഫ്ലോറൊക്കെ ആണെങ്കിൽ മുകളിൽ ഉച്ചയ്ക്ക് ആകുമ്പോൾ ചുട്ട് വഴുതിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചൂടുകാറ്റ് വഴിയിലേക്ക് വരിക. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലൊക്കെ പോയിട്ട് 1 ടൺ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ടൈം എടുക്കും. അപ്പോൾ അതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫസ്റ്റ് ഇടുമ്പോഴാണ് എ സി ഇപ്പോൾ എത്രയും കൂടുതൽ എനർജി കൺസപ്ഷൻ കൂടുക. അതായത് നമ്മുടെ ഹോട്ട് എയറിനൊക്കെ സക്ക് ചെയ്ത് ഔട്ട് ചെയ്തിട്ട് കൂൾ എയർ ആക്കലാണ് നമ്മുടെ എ സിയുടെ പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്രസർ ഫുൾ മോഡിലായിരിക്കും ഇനീഷ്യലി വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ എനർജി കൺസപ്ഷൻ വരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ റൂമനുസരിച്ചുള്ള എ സി വെച്ചില്ലെങ്കിൽ നമുക്ക് വൻ പണി കിട്ടും ഇലക്ട്രിക് കൺസപ്ഷനിൽ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ആക്ച്വലി IT-ലും അതുപോലെ തന്നെ അതായത് ടെക്കിലും അതുപോലെ തന്നെ ഫിനാൻസിലും എക്സ്പീരിയൻസോണ് ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇതിൽ മുമ്പ് രണ്ട് ഫീൽഡിലും വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പ് നമ്മൾ സ്മാർട്ട് ഫണ്ട് എന്താ പറയുക ആർക്കിടെക്ചറിലും സംഭവത്തിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GSH പോലെ കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കാൻ പോലെ ഒന്ന് ഷെയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എ സി വർക്ക് ചെയ്യിക്കുമ്പോൾ നിങ്ങളുടെ സെറ്റ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് ഒരു 24 ഡിഗ്രിയുടെ മുകളിലേക്ക് പോകാണ്ടിരിക്കാൻ നോക്കുക. എപ്പോഴും ഒരു 24-26 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചാൽ ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്നത് 27-ലാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ 24 അപ്പോൾ ഇതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ സംഭവമാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ റൂം ഇപ്പോൾ അത്യാവശ്യം പുറത്തെ ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞാൽ 35-36 ഡിഗ്രിക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡ്രസ്സും നമ്മുടെ വീടിൻ്റെ ചുറ്റും ഫ്ലോറും അതുപോലെ തന്നെ വോളും ഒക്കെ 36 ഡിഗ്രി ആയിരിക്കും, ചിലപ്പോൾ അതിനും കൂടുതലായിരിക്കും. അപ്പോൾ എ സി നമ്മൾ എത്രയും കുറച്ചിടണോ, എന്താ വെച്ചാൽ നമ്മളിത് 26 ഡിഗ്രി നമ്മൾ എ സിയിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ 26 ഡിഗ്രി ആവണ വരെ ആ സാധനം കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എത്രയും കുറച്ചിടണോ അത്രയും കൂടുതൽ നേരം കംപ്രസർ വർക്കിംഗ് ആവും, അത്രയും കൂടുതൽ എനർജി കൺസപ്ഷൻ കൂടും ചെയ്യും. നമ്മുടെ നോർമൽ ഒരു ബോഡി ടെമ്പറേച്ചറിനൊക്കെ 24 ഡിഗ്രി 26 ഡിഗ്രി ഒക്കെ ധാരാളമാണ് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ചെയ്തിറങ്ങാൻ. അപ്പോൾ 18 ഡിഗ്രിയിലേക്ക് ഇടുന്നൊരു ആവശ്യമില്ല. ഇപ്പോൾ കുറേ പേര് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നോർമൽ മിക്ക ഹൈ ക്ലാസ് എ സികൾക്കൊക്കെ 15-16 ആയിരിക്കും ഏറ്റവും ലോ. ചിലതിൽ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ 18 ഡിഗ്രിക്ക് ആയിരിക്കും മാക്സിമം എ സി സപ്പോർട്ട് ചെയ്യുന്ന ലോവസ്റ്റ് ടെമ്പറേച്ചർ. അപ്പോൾ എപ്പോഴും 24 to 26 അല്ലെങ്കിൽ 27 ഡിഗ്രിയിലേക്ക് ഇടാൻ നോക്കി വെക്കുക. അതാണ് നോർമലി നിങ്ങളിപ്പോൾ പണ്ട് എ സി വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടിരിക്കും റെക്കമെൻഡഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ കൊടുത്ത് കണ്ടിട്ടുണ്ടായിരിക്കും 24 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആക്ച്വലി നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് അടക്കം പറഞ്ഞിങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ നോക്കുക ആദ്യം തന്നെ. പിന്നത്തെ കാര്യം, കുറേ പേരുണ്ട് എന്താ എ സി ചിലപ്പോൾ 1 മണിക്കൂർ ഇട്ടിട്ട് നിർത്തും, 2 മണിക്കൂർ ഇട്ട് നിർത്തും. അങ്ങനെ നിർത്താണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 5 മണിക്കൂർ 6 മണിക്കൂറെങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക കണ്ടിന്യൂസ് ആയിട്ട്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ എ സികളൊക്കെ ഇൻവെർട്ടർ എ സികളാണ്. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ ഇട്ട് ഓഫ് ചെയ്താലും ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ നോർമൽ എ സികളൊക്കെ ഒരു 3 സ്റ്റാർ എ സി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 1 അവർ ഇട്ട് കഴിഞ്ഞാൽ നോർമലി ഒരു 1 യൂണിറ്റ് 2 യൂണിറ്റ് ഒക്കെ 3 യൂണിറ്റ് ഒക്കെ എടുക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇത് ബ്രാൻഡാണ്, അതിനനുസരിച്ചൊക്കെ കൺസപ്ഷനൊക്കെ മാറിയിട്ട് മോഡലും പുതിയ മോഡലാണ്, അതിനൊക്കെ ഡിപ്പെൻഡ്സ് ആണ്.
അപ്പോൾ നിങ്ങൾ ഈ ഇൻവെർട്ടർ എ സിയുടെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ നോർമൽ ഇപ്പോൾ നമ്മൾ സെറ്റ് ടെമ്പറേച്ചർ 27 ഡിഗ്രി ആണെങ്കിൽ 27 ഡിഗ്രി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻവെർട്ടർ കംപ്രസർ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സാധനം ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിലേക്ക് പോകും, പക്ഷേ കട്ട് ഓഫ് ആവില്ല. പണ്ടത്തെ എ സികളൊക്കെ കട്ട് ഓഫ് ആവും. അപ്പോൾ പണ്ടത്തെ എ സിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടായിരിക്കും ഈ നമ്മൾ വെച്ച ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ടക്ക് സൗണ്ട് ഓഫ് ആവുന്നത്. അപ്പോൾ അത് കംപ്രസർ ഓഫ് ആവും. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ കൂടി വരും, പിന്നെയും ഓൺ ആവും. അപ്പോൾ ആദ്യം തന്നെ പണ്ടത്തെ ആദ്യത്തെ പോലെ തന്നെ ഇനീഷ്യലി ഇത്രയും കറണ്ട് എടുക്കും. അതുകൊണ്ടാണ് പഴയ നോർമൽ എ സിനെക്കാട്ടും എനർജി കൺസപ്ഷൻ കുറവാണ് ഇൻവെർട്ടർ കംപ്രസർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇൻവെർട്ടർ കംപ്രസർ ഓഫ് ആവില്ല, പക്ഷേ ആ വെച്ച ടെമ്പറേച്ചർ അവിടെ നിൽക്കിപ്പിക്കും. 26 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 26 ഡിഗ്രിയിൽ ആ റൂം അപ്പം നിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇനീഷ്യൽ വരുന്നതിന് കൺസപ്ഷൻ വരില്ല. അപ്പോൾ നമ്മുടെ എത്രയും കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമ്മൾ വെക്കുന്നത്, ആ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇൻവെർട്ടർ കംപ്രസർ ഭയങ്കര കുറവാണ് കറണ്ട് എടുക്കുള്ളൂ. അതാണ് ഇൻവെർട്ടർ കംപ്രസറിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടാണ്ട് മിനിമം അറ്റ്ലീസ്റ്റ് 5-6 മണിക്കൂറെങ്കിലും യൂസ് ചെയ്യാൻ നോക്കി ഇൻവെർട്ടർ കംപ്രസർ എ സി ആണെങ്കിൽ കേട്ടോ. പിന്നെ നിങ്ങളൊരു 6 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 സ്റ്റാർ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ 3 സ്റ്റാർ എടുത്താൽ മതി. ഒരു 5-6 മണിക്കൂറിന് മുകളിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അല്ലാത്ത പക്ഷേ നിങ്ങൾ 5 സ്റ്റാർ എടുത്തിട്ട് കാര്യമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ആ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും അവർ ഉപയോഗിക്കണം, നല്ല കാര്യമുള്ളൂ. അപ്പോൾ ഈ കുറച്ച് പോയിന്റ്സുകൾ നിങ്ങൾ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടും. പിന്നെ റൂം ഫുൾ സീലാക്കാൻ നോക്കുക, എയർ ലോസ് വരാണ്ടിരിക്കാൻ നോക്കുക. എയർ ലോസ് വന്നു കഴിഞ്ഞാൽ കൺസപ്ഷൻ കൂടും. എന്ന് വെച്ചാൽ നമുക്ക് സെറ്റിൻ്റെ ടെമ്പറേച്ചർക്ക് എത്തിക്കാൻ പറ്റില്ല ഐ സിക്ക്. അപ്പോൾ കംപ്രസർ ഫുൾ മോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, കൺസപ്ഷൻ കൂടും. അപ്പോൾ ഇതൊക്കെ പോയിന്റ്സ് നോക്കി വയ്ക്കാൻ മറക്കണ്ട. നിങ്ങളുടെ റൂമിൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഡോറിൻ്റെ അടിയിൽ ഓട്ടകൾ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനൊക്കെ ആക്ച്വലി ഇപ്പോൾ നമുക്ക് ആമസോണിലൊക്കെ നമ്മുടെ ഡോർ സീലിംഗ് സംഭവമൊക്കെ കിട്ടും, അത് വാങ്ങിച്ച് വെക്കാൻ നോക്കുക. ഇപ്പോൾ എന്താ പറയുക ജെല്ലകളൊക്കെ കറക്റ്റായിട്ട് അടച്ചെന്നോ നോക്കുക. എയർ ലീക്കേജ് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് എനർജി കൺസപ്ഷനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ പോലെ നിങ്ങൾക്ക് നോർമലി എ സി കൊണ്ട് വലിയ ഇപ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് എ സികളൊക്കെ ആണെങ്കിൽ ഭയങ്കര കറണ്ട് ബില്ലൊന്നും വരില്ല കേട്ടോ. സത്യം പറയാലോ, വലിയ ഹെവി കറണ്ട് ബില്ലൊന്നും വരില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ പാനസോണിക് ഞാൻ പറഞ്ഞല്ലോ പാനസോണിക്കിൻ്റെ എ സി. അപ്പോൾ നമുക്കത് സ്മാർട്ടാണ്. പോലത്തെ കുറേ സ്മാർട്ട് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഡേക്കിന് സ്മാർട്ട് ഉണ്ട്, LGക്ക് ഉണ്ട്, സാംസങ്ങിൻ്റെ. ഇപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ ബീസ്പോക്ക് വിൻസ് ഫ്രീ എന്ന് പറഞ്ഞൊരു എ സി ഇപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് 2025. ഞാൻ ആമസോണിൻ്റെ ലിങ്കൊക്കെ ഇടാം. നമുക്കതിൽ ആക്ച്വലി അത് സ്മാർട്ട് മോഡൽ തന്നെയാണ്, പക്ഷേ നമുക്ക് 5 ഇയർ ഫുൾ വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ്. പിന്നെ സാംസങ്ങിൻ്റെ വെസപ്പ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കും, സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കും, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അത് നോക്കാവുന്ന ഒരു എ സിയാണ്. വലിയ റേറ്റും ഭയങ്കര ഹൈ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സ്മാർട്ട് മോഡലാണ്. ഇപ്പോൾ 2025 മാക്സിമം നിങ്ങൾ സ്മാർട്ട് എ സി വാങ്ങിക്കാൻ നോക്കട്ടെ. അതായത് നമുക്കതിന് മൾട്ടിപ്പിൾ റീസൺസുകളുണ്ട്. നമുക്ക് ഫീച്ചേഴ്സ് കൊടുത്ത് കിട്ടുന്നുണ്ട്, നമുക്ക് കൺസപ്ഷൻ അറിയാൻ പറ്റും. ഇപ്പോൾ പാനസോണിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇവർക്ക് ആക്ച്വലി മിറായി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. എവിടെ അത് അതുണ്ടോ, മിറായി എന്ന് പറഞ്ഞൊരു ആപ്പ് കാണാം. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എത്ര കൺസപ്ഷൻ നമ്മൾ യൂസ് ചെയ്തു, ഇത്രയും കാലമായിട്ട് എത്ര കൺസപ്ഷൻ യൂസ് ചെയ്തു ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ എത്ര കിലോ വാട്ട് യൂസ് ചെയ്തു എന്നൊക്കെ നമുക്ക് ഫുള്ളായിട്ട് അറിയാം. വീക്കിലി അറിയാം, മന്ത്ലി അറിയാം. കണ്ടോ ഇത്രയും എ സി വെച്ചിട്ട് എത്ര കാലമായിട്ട് എത്ര കിലോ വാട്ട് യൂസ് ചെയ്തു ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഗുണം കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ലേറ്റസ്റ്റ് മോഡൽ ഞാൻ ആക്ച്വലി കടയിൽ പോയിട്ട് എടുക്കാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അവർ നമ്മുടെ തലയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷനുള്ള ബ്രാൻഡാണ് വെച്ചിരുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ പഴയ മോഡൽസൊക്കെ വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ എ സികളിൽ 2025 മോഡൽ ഏതാ, 24 മോഡൽ ഏതാ, 23 മോഡൽ ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടാൽ മനസ്സിലാവില്ല, മോഡൽ നമ്പർ കണ്ടാലും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ വാങ്ങിക്കുമായിരിക്കും. ഞാനൊക്കെ ആമസോണിലൊക്കെ വാങ്ങിക്കാറ്. പക്ഷേ ഞാൻ ഒരിക്കലും ഓൺലൈൻ തന്നെ വാങ്ങിക്കണം നിർബന്ധം ഒന്നും പറയില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ പ്രൈസ് കുറഞ്ഞ് നല്ല ലേറ്റസ്റ്റ് സാധനം കിട്ടുന്ന അവിടെ നിന്ന് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ പറയുന്ന റെക്കമെൻഡ് ആയിട്ടുള്ള കുറച്ച് എ സികളുടെ ലിസ്റ്റ് ഞാൻ താഴെ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂടെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.